بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ألفية بن مالك النصف الأول ക്ലാസ് 66. وجملة وما بمسجد ركب ذائم بغير ويه تم عربا. വിവിധ ഇനം അലമുകളെ പരിചയപ്പെടുത്തുകയാണ് ഈ ബൈത്തിൽ. ജുംലയായിട്ട് അലമ് വരും. അതുപോലെ മസ്ജിയായ മുറക്കബ്. മസ്ജിയായ മുറക്കബ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇസ്മുകളെ കൂട്ടിക്കലർത്തി ഒറ്റ ഇസ്മായി പ്രയോഗിക്കുന്ന, എന്നിട്ട് അത് അലമായി ഉപയോഗിക്കുന്ന രൂപത്തിൽ വരും എന്നാണ് ഈ ബൈത്തിൽ പറയുന്നത്. വജുംലത്തുൻ, ജുംല അലമിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. വമാ, ഒന്നും, റുക്കിബ, അതിനെ കൂട്ടിച്ചേർക്കപ്പെട്ടു, അതിനെ തർക്കീബാക്കപ്പെട്ടു, ബിമസ്ജിൻ, കൂട്ടിക്കലർത്തലോടുകൂടെ തർക്കീബാക്കപ്പെട്ടു. രണ്ട് ഇസ്മിനെ ഒറ്റ ഇസ്മായി ഉച്ചരിക്കുന്ന സ്ഥിതി കണ്ട് തർക്കീബാക്കപ്പെട്ട മസ്ജിയായ മുറക്കബും അലമിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. ഈ മസ്ജിയായ മുറക്കബ്, മാബി മസ്ജിൻ റുക്കിബ എന്ന് പറഞ്ഞ മസ്ജിയായ മുറക്കബ്, ഇൻ തമ്മ, അത് പൂർത്തിയായാൽ, ബി ഗൈരി വൈഹിൻ, വൈഹ് എന്ന ലഫ്ലിൻ അല്ലാത്തതുകൊണ്ടാണ് താമായതെങ്കിൽ, അതിന്റെ ആഖിറിൽ വൈഹ് അല്ല എങ്കിൽ, ഉഅരിബ, ആ മസ്ജിയായ മുറക്കബിന് ഇഅ്റാബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്ത് ഇഅ്റാബ്? ഗൈറു മുൻസരിഫിന്റെ ഇഅ്റാബ്. അത് ഇനി ശാരിഹ് വിശദീകരിക്കും. ഇപ്പൊ ദാ എന്ന മുബ്തദാന്റെ ഖബർ ഷർത്തും ജവാബും കൂടിയ ജുംലയാണ്. ഇൻ എന്ന ഷർത്ത് തമ്മ എന്ന ഫീലിൽ കടന്നതാണ്. അതിന്റെ ജവാബാണ് ഉഅരിബ എന്നത്. അലിഫ് ബൈത്തിന്റെ ദറൂറത്തിന് വേണ്ടിയാണ്. ആ ഷർത്തും ജവാബും കൂടി ജുംലയാണ് ദാ എന്ന മുബ്തദാന്റെ ഖബർ. ദാ എന്ന ഇശാറത്തിന്റെ ഇസ്മ് മടങ്ങുന്നത് അതിന്റെ മുഷാർ ഇലൈഹി മാ ബി മസ്ജിൻ റുക്കിബ എന്ന മായിലേക്കാണ്. വമിനൽ അലമി, അലമിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ജുംലത്തുൻ, ജുംല. നെഹ്വു ബരിഖ നെഹ്റാഹു എന്ന് പറയും പോലെ, ബരിഖ നെഹ്റാഹു, അവന്റെ വളയനെല്ല് പ്രകാശിച്ചു എന്നാണ് അർത്ഥം. ഒരു ഫീലും ഫായിലും കൂടി ജുംലയാണ്. അതിപ്പോ ഒരു വ്യക്തിയുടെ പേരായിട്ട് വെച്ചു, ബരിഖ നെഹ്റു. വതഅബ്ബത ശർറൻ എന്ന് പറയും പോലെയും, തെറ്റിനെ അവൻ തൊക്കിലൊതുക്കി എന്ന് പറയാം. അവന്റെ ആ തെറ്റിനെ അവൻ അംഗീകരിച്ചു, അവന്റെ പാട്ടിലാക്കി എന്ന് പറയുന്ന സ്ഥാനത്ത്. വഹുക്മുഹു, ഈ ജുംല അലമായി വരുമ്പോൾ അതിന്റെ ഹുക്മ് അൽ ഹിക്കായത്തു, ഹിക്കായത്താണ്. അപ്പൊ ഇഅ്റാബ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ജുംല വന്നത്, അതിന്റെ അസ്ലിയായ രൂപത്തിൽ എങ്ങനെയാണോ അതേ രൂപമാണ് അലമായി പ്രയോഗിക്കുമ്പോഴും ഉണ്ടാകുക. വമിൻഹു, അലമിന്റെ കൂട്ടത്തിലുണ്ട് മാ, ചില അലമുകൾ, റുക്കിബ, അതിനെ മുറക്കബാക്കപ്പെട്ടു, ബി മസ്ജിൻ, കൂട്ടിക്കലർത്തലോടുകൂടെ, ബിയൻ ഉഖിദ ഇസ്മാനി, രണ്ട് ഇസ്മിനെ എടുക്കപ്പെടുകയും വജുഇല ഇസ്മം വാഹിദൻ അത് രണ്ടിനെയും കൂടി ഒറ്റ ഇസ്മാക്കപ്പെടുകയും ചെയ്യുക.
വനുസ്സില സാനീഹിമ ആ രണ്ട് ഇസ്മിൽ നിന്ന് രണ്ടാമത്തെ ഇസ്മിനെ മിനൽ അവലി ഒന്നാമത്തതിലേക്ക് അപേക്ഷിച്ച് ചേർത്തി നോക്കുമ്പോൾ രണ്ടാമത്തതിന് ഇറക്കപ്പെടുക മൻസിലത്ത താഇ തഅനീസി തഅനീസിന്റെ താ മിനൽ കലിമത്തി കലിമത്തിൽ നിന്നുള്ള തഅനീസിന്റെ താഇന്റെ സ്ഥാനത്ത്. അപ്പോൾ ആ തായിലായിരിക്കും സാധാരണ ഇറാബ് ചെയ്യപ്പെടുക എന്നതുപോലെ രണ്ടാമത്തെ ഇസ്മിലാണ് ഇറാബ് ഉണ്ടാകുക. ഈ മസ്ജിയായ മുറക്കബാകുന്നു. അതിൽ മുറക്കബ് തർക്കീബ മസ്ജിൻ മസ്ജിയായ മുറക്കബാക്കപ്പെട്ട അലമാകുന്നത് വദ എന്നത് മുബത്തതയാണ്. വഖബറുഹു ആ മൂത്താന്റെ ഖബർ ജുംലത്തു ഷർത്തി വൽ ജസായി ഫി ഖൗലി ശേഷം പറയുന്ന ഷർത്തും ജവാബും കൂടി ജുംലയാണ്. ഇൻ തമ്മ അത് പൂർത്തിയായാൽ ബി ഗൈരി ലഫ്ളി വൈഹിൻ വൈഹ് എന്ന ലഫ്ള് അല്ലാത്തത് കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയതെങ്കിൽ ഉരിബ അതിന് ഇറാബ് ചെയ്യപ്പെടുന്നു. യാനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് അന്നഹു നിശ്ചയമായും മസ്ജിയായ മുറക്കബ് ഇൻ ഖുത്തിമ അതിനെ അവസാനിപ്പിക്കപ്പെട്ടത് ബി ഗൈരി വൈഹിൻ വൈഹ് അല്ലാത്ത പദം കൊണ്ടാണ് അവസാനിക്കപ്പെട്ടതെങ്കിൽ കബഅല ബക്ക എന്ന് പറയും പോലെ വഹലറ മൗത്ത് എന്ന് പറയും പോലെയും എങ്കിൽ ഉരിബ അതിന് ഇറാബ് ചെയ്യപ്പെടുന്നതാണ്. മാലാ യൻസരിഫു ഗൈറു മുൻസരിഫിന്റെ ഇറാബ് ചെയ്യപ്പെടുന്നതാണ്. ഹലറ മൗത്ത ബഅല ബക്ക ഇങ്ങനെ. എന്നാൽ ഫൈൻ ഖുതിമ ബി വൈഹിൻ വൈഹി കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടാൽ കസീബ വൈഹി സീബ് എന്നതും വൈഹി എന്നതും ഇതാണ് ഇത് രണ്ട് മസ്ജിയ മുറക്കബ്. സീബ വൈഹി വ അംറ വൈഹി ഇങ്ങനെ വൈഹി കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടാൽ ബുനിയ അതിനെ മബ്നിയാക്കപ്പെടും. കസറിന്റെ മേല് മബ്നിയാണ്. കാരണം ലിഅന്ന വൈഹി എന്ന പദം ഇസ്മു സൗത്താണ്. ഇസ്മു സൗത്തുകളൊക്കെ മബ്നിയാണ്. മുഷബ്ബഹുൽ ലിൽ ഹുറൂഫി ആ ഇസ്മു സൗത്ത് ഹർഫുകളോട് സാദൃശ്യമാക്കപ്പെട്ടതുമാണ്. മബ്നിയാവണമെങ്കിൽ ലിശബഹിൻ മിനൽ ഹുറൂഫി മുദ്നി ഹർഫിനോട് ശക്തിയായ ശബഹുവാണല്ലോ. ആ ശബഹുണ്ട് എന്ത് വിഷയത്തിൽ? ഫിൽ ഇഹ്മാലി അമലിനെ തൊട്ട് മുടക്കമാക്കുക എന്നുള്ള വിഷയത്തിലും അങ്ങനെയുള്ള ഇസ്മു സൗത്താണ് വൈഹ് എന്നുള്ളത്. എന്നാൽ എന്തിന്റെ മേലിലാണ് മബ്നിയാക്കുന്നത്? ബിനാഉഹു അലൽ കസ്രി അത് മബ്നിയാവൽ കസറിന്റെ മേലിലാണ്. എങ്ങനെ കസറിന്റെ മേൽ മബ്നിയായത്? അല അസ്ൽ ഇൽതിഖാഇ സാകിനൈനി മബ്നിയിലുള്ള അസ്ൽ സുക്കൂനാണ്. അങ്ങനെ സുക്കൂന്റെ മേൽ മബ്നിയാക്കണമെങ്കിൽ വൈഹ് രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടൽ വരും. രണ്ട് സുക്കൂന് ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ തഖല്ലുസിന്റെ അസ്ൽ കസറാണെന്ന നിലക്ക് കസറിന്റെ മേലാണ് ബിനാ. വൽ ജുസുൽ അവ്വലു അവിടെയുള്ള ഒന്നാമത്തെ ജുസ് അംറ വൈഹി അംറ എന്നതും സീബ വൈഹി എന്നുള്ളത് സീബ എന്നുള്ള ഒന്നാമത്തെ ജുസ് മബ്നിയുൻ അലൽ ഫതഹി അത് ഫതഹിന്റെ മേല് മബ്നിയാണ്. മുത്തലക്കൻ നിരുപാധികം അത് വൈഹി കൊണ്ട് അവസാനിച്ചാലും അല്ലെങ്കിലും ഫതഹിന്റെ മേലിലാണ് മബ്നി. ഇല്ല ഇൻകാൻ ആഖിറുഹു യാഅൻ ഒന്നാമത്തെ ജുസിന്റെ അവസാനം യാ ആയാൽ ഒഴിച്ച് യാ ആയാൽ ഫസുക്കിൻ ആഖിറുഹു അതിന്റെ ആഖിറിന് സുക്കൂനാണ്. ഒന്നാമത്തെ ജുസിന്റെ ആഖിറിന് സുക്കൂനാണ് ചെയ്യപ്പെടേണ്ടത് യാ ആണെങ്കിൽ. ഏതുപോലെയൊക്കെ മഅദീ കരിബ മഅദീ യാ ആയി. വഖാലി ഖല എന്ന് പറയുമ്പോൾ ഖാലി ആഖിർ ഒന്നാമത്തെ ജുസിന്റെ ആഖിർ യാ ആവുമ്പോൾ സുക്കൂന്റെ മേൽ മബ്നി. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.